ഞാൻ പറഞ്ഞാ മതിയോ? നിങ്ങൾ നല്ല ഗംഭീര പ്ലാനൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ നിങ്ങൾ അവിടെ ആഭരണം വെച്ചിട്ട് പോയത് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് സാധനം അന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടി. അത് എന്റെ ആഭരണോ? മര്യാദയ്ക്ക് അത് തിരിച്ചു തന്നോണം. അതൊക്കെ എപ്പോഴേ പോയി. വക്കീലിന്റെ ഒരു ക്ലയന്റ് സ്വർണ്ണപ്പണിക്കാരനാ. അയാളെ കൊണ്ട് സ്വർണ്ണ ഉരുക്കിപ്പിച്ച് ഞങ്ങളത് വിറ്റു. പോലീസിന് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. വലിയ ആദർശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ ആ കാശ് അടിച്ചു മാറ്റിയല്ലേ? നാട്ടുകാരുടെ കണ്ണീര് വിറ്റുണ്ടാക്കിയ കാശൊന്നും എനിക്ക് വേണ്ട. ആ സ്വർണം വിറ്റ് കിട്ടിയ കാശ് മുഴുവൻ പള്ളി വക അഗതി മന്ദിരത്തിലെ ഞാൻ പേരൊന്നും വെക്കാതെ സംഭാവനയായി കൊടുത്തു. ഞാനിങ്ങനെ എപ്പോഴും ഗോപാലിന് പണി കൊടുത്തോണ്ടിരിക്കല്ലേ. എല്ലാ തവണയും രക്ഷപ്പെടാൻ ദൈവാനുഗ്രഹം വേണ്ടേ? ആ അഗതി മന്ദിരത്തിലെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കിലേ ഞാൻ സേഫായിരിക്കും. ഇനിയും ഇങ്ങനെ എന്തെങ്കിലും നമ്പറുകൾ ഇറക്കാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ കാത്തിരിക്കും. കുറെ കാലമായി നീ എന്നെ എന്റെ കുടുംബത്തെയും ലക്ഷ്യം വെക്കുന്നു.